ഇന്നത്തെ കോടതി ഒരു വിഷയം എടുക്കുകയാണ്, പുരുഷ കമ്മീഷൻ. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ. വെൽക്കം ശ്രീ അജിത് കുമാർ. എവനായിരുന്നു? ഞാൻ കരുതി വല്ല മാന്യന്മാരുമായിരിക്കുന്നു. വല്ല വിട്ടിത്വം പറയാതെ പറഞ്ഞിട്ട് പോ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഞാൻ താങ്കൾ ഒരു വീഡിയോ കാണിക്കും, ഒരുപാട് പഴയ വീഡിയോ ഒന്നുമല്ല. ഇനി ഇതിന്റെ വീഡിയോ ഉണ്ട്, കാണോ? വലിയൊരു സപ്പോർട്ടുണ്ട്. അഴിമതി വിരുദ്ധനും അഹിംസാവാദിയുമായ ഈ മഹാപാവനെ അറിയോളാം. നിനക്കൊക്കെ ഓപ്ഷൻസ് വേണമായിരിക്കും. ഓർത്ത് നോക്കൂ, ഇത് അധികം നാളുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ നഗ്നതാ പ്രദർശനം നടത്തി. ആ പെൺകുട്ടി പിടിച്ച് കണ്ടക്ടർ പിടിച്ചപ്പോഴേക്കും ബസ് തുറന്ന് ഉസൈൻ ബോൾട്ടിനേക്കാൾ വേഗത്തിൽ ഓടിച്ചിട്ട് പിടിച്ചെടുത്തനാ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. കേസിൽ കുറ്റാരോപിതനാണ്. കുറ്റാരോപിതന് മാലയിട്ട് താങ്കൾ സമൂഹത്തിന് സന്ദേശം എന്താണ് വട്ടിയൂർക്കാവ് കുമാർ? ഞാൻ കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു വ്യാജ പരാതി എന്നുള്ളത് എനിക്ക് ബോധ്യം വന്നു. കാര്യം ഹിന്ദു നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. നീയാണല്ലോ കോടതി. താങ്കൾ കൊടുത്ത വേറൊരു സ്വീകരണം കാണാം. ഇങ്ങേർക്ക് ഇത് എന്നെ പണി. പുഷ്പവൃഷ്ടി നടത്തി. നോക്കൂ, രാജ്യത്തിൽ ആദ്യമായി റെപ്യൂട്ടേഷൻ കേസിലെ പ്രതിയാണ്. ഒന്നാം പ്രതിയാണ് കേസിൽ. ആയിക്കോട്ടെ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ കോമാളിത്തരം കാണിക്കുന്നത്? നിങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പേര് വിലാസം ഉണ്ടാവാനാണോ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ? ബോച്ചയുടെ കേസാണ്. ബോച്ചയ്ക്ക് ഡബിൾ മീനിങ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആയുഷ്കാലം മുഴുവൻ ജയിലിടാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാവുന്ന കേസേ ഉള്ളൂ. ഞാൻ പറയുന്നു, അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പുരുഷന്മാർക്ക് നിയമത്തിന്റെ അറിവില്ല. അത്യാവശ്യം ഇവർക്ക് നിയമമല്ല. നമ്മുടെ ലീഗൽ അഡ്വൈസറും അംബാസഡറും എന്ന് പറയുന്ന അടുത്ത ആളൂരാണ്. വക്ക് പൊട്ടിയ ചട്ടിയും കണ പൊട്ടിയ കയ്യിലും നല്ല കൂട്ട്, ഒന്നിനൊന്നര കൂട്ടെന്നോ. അദ്ദേഹം നല്ലൊരു അഭിഭാഷകൻ അല്ലയോ? എനിക്കറിയില്ല, പറഞ്ഞോളൂ. എന്റെ അമ്മയെയും എന്റെ ആദ്യ ഭാര്യയെയും കൊല ചെയ്യും, വധിച്ചിരിക്കുമെന്ന് ഫ്ലക്സ് ബോർഡ് വെച്ച് അനൗൺസ് ചെയ്ത് എല്ലാ മാധ്യമ പരസ്യവും ചെയ്ത് മാത്രമേ കാര്യങ്ങളിലോട്ട് പോകൂ. ഞാൻ എല്ലാത്തിനും കുത്തും. ഞാൻ 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല, നേരത്തെ കുത്തും. ഞാൻ പറയുകയാണ്, താങ്കളുടെ അമ്മയുടെ തറവാട് മുന്നിൽ ഫ്ലെക്സ് കൊടുത്ത് താങ്കളുടെ അമ്മയെ കൊല്ലാൻ പോകുന്നു, മുൻ ഭാര്യയെ കൊല്ലാൻ പോകുന്നു. താങ്കൾക്ക് എന്താ പ്രശ്നം? ഇയാൾക്ക് എന്താണ് വയ്യേ? ഡിവോഴ്സ് ആളാണ്, മക്കളുള്ളത് ഭാര്യയുടെ കയ്യിലാണ്. താങ്കൾ മക്കളെ കാണിക്കാമെന്ന് പറഞ്ഞ് 40,000 രൂപ മേടിച്ചു. പിന്നാലെ അയാൾ നടന്നപ്പോഴേ താങ്കൾ തെറി വിളിച്ചു ഓടിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. ഞാൻ പറയുന്നത്, എന്നെ തെറി വിളിച്ചാൽ എന്നോട് ഗുണ്ടായിസം കളിക്കാൻ വന്നാൽ ഞാൻ ഗുണ്ടായിസം ചെയ്തു. അത് ശരി. അപ്പൊ തല്ലുകൊള്ളാൻ കണക്കാക്കി തന്നെ അറിഞ്ഞിരിക്കുകയാണല്ലോ. ഞങ്ങൾ എന്തിനും തയ്യാർ. ഏതോ പയ്യന്മാർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കുക, ആ പയ്യന്മാർ വന്ന് തീർത്തോളും എന്നാ പറയുന്നത്. നിങ്ങളുടെ സംഘടന ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആണോ, ഓൾ കേരള ഗുണ്ട അസോസിയേഷൻ ആണോ? ശരിക്കും പറ, നിങ്ങൾ ഗുണ്ട ഫാമിലിയാ? നിങ്ങളുടെ ഈ AKM എന്ന് പറയുന്ന സംഘടനയുടെ ഉദ്ദേശം പുരുഷം ഒന്നും അല്ലെന്നേ. നിങ്ങളുടെ ഉദ്ദേശം ഈ പറഞ്ഞ കൊട്ടേഷൻ പണി, നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കൽ, പട്ടച്ചിൽ പൈസ ഉണ്ടാക്കൽ, കള്ളോടിയ പൈസ ഉണ്ടാക്കലൊക്കെ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഗാന്ധിജിക്ക് പാലഭിഷേകമാണ് നടത്തിയത്. ഗാന്ധിജിയെ വായിച്ചവർക്കറിയാം, ക്ലാവ് കുടിക്കേണ്ട പാല് മനുഷ്യർ കുടിക്കുകയും കറന്ന് വിൽക്കുകയും ചെയ്യുന്നതിനെതിരെ പറയുകയും അതുകൊണ്ട് പാല് കുടിക്കാതിരിക്കുകയും ചെയ്ത ഗാന്ധിജിയുടെ കട്ടൗട്ടിന് മുകളിൽ ലിറ്റർ കണക്കിന് പാല് കോരി ഒഴിച്ച ചരിത്രബോധമുള്ള സംഘടനയാണ് നിങ്ങളുടെ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. പിന്നെ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയിക്കൊള്ളാം. ഭാര്യ സംശയത്തോടെ വീട്ടിൽ പോവുകയും സ്വന്തം അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുമെന്ന്, ഞാൻ കൊല്ലുമെന്ന് പറയുകയും അത് എന്റെ വികാരത്തിന്റെ പുറത്താണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ആണത്തത്തിന്റെ ഭാഗം അവൻ എനിക്ക് താല്പര്യമില്ല. താൻ കലക്കി ഒരു ആൺകുട്ടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. പുരുഷന്മാർ വിരകളുണ്ട്, പുരുഷന്മാരാണ് ഇരകൾ. അതിന്റെ ഡാറ്റ പറ. ഉത്തരം പറ. പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, ഏത് പഠനം പറയൂ. ജയിലുകളിൽ കുറ്റം ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് കഴിയുന്ന പ്രതികളിൽ ക്രൈം ചെയ്ത 96% പേരും വയലന്റ് ക്രൈം ചെയ്ത 95% പേരും പുരുഷന്മാരാണ്. ഇത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ്. ഇത് ഈ കണക്കുകൾ ഉണ്ടാക്കുന്ന എല്ലാം പാവാടകളാണ്. കാരണം എല്ലാത്തിലും തട്ടിപ്പ് തന്നെയാണല്ലോ. പൈസയുടെ കാര്യത്തിൽ തട്ടിപ്പ്, എല്ലാത്തിലും തട്ടിപ്പ്. സംഘടനയുടെ പേരിൽ കൂടി തട്ടിപ്പിടുന്നതിന് ഇപ്പൊ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? നിങ്ങൾ ആലോചിക്കും, ഇവിടെ പുരുഷന്മാർ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. കർഷക ആത്മഹത്യ നടത്തുന്നു 10,000 കണക്കിന് പേര്. അതിൽ ഭൂരിപക്ഷം ഞാനാണ് പുരുഷ സംഘടനയാണ്, നിങ്ങളല്ലേ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. സ്ത്രീകൾ പരാതി കൊടുക്കുന്ന, സ്ത്രീകൾക്കെതിരെ കുറ്റം ചെയ്യുന്ന കുറ്റാരോപിതരായ പീഡകരെ സംരക്ഷിക്കാനുള്ള സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓൾ കേരള പീഡക പിന്തുണ അസോസിയേഷൻ ആണ്, OLPP എന്ന് വേണമെങ്കിൽ പറയാം.
നിങ്ങളുണ്ടല്ലോ ഈ മാനമര്യാദക്ക് ഈ സമൂഹത്തിലിരിക്കുന്ന ആണുങ്ങളുടെ നാണം കെടുത്താനായിട്ട് ആണുങ്ങളെ പേര് ചീത്തയാക്കാൻ വേണ്ടി ചില ചെറ്റകൾ ഇറങ്ങിയിരിക്കുന്നു. താങ്കൾക്ക് ഒരു ഡേറ്റ് അറിഞ്ഞൂടാ, താങ്കൾക്ക് ഇതിന്റെ സാമൂഹിക പശ്ചാത്തലം അറിഞ്ഞൂടാ, താങ്കൾക്ക് ഈ സമത്വം എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു AKM എന്ന കാര്യമുണ്ടോ? ആൾക്കാർ ചിരിക്കില്ലേ? അപ്പൊ മാനേഴ്സ് മാത്രമല്ല വിദ്യാഭ്യാസവും ഇല്ല. ഈ ഗ്രൂപ്പിൽ വേറെ ആരാണ് കേട്ടോ, 20 ജനുവരി മൺഡേ ആരൊക്കെ പാലക്കാട് വരുന്നു? ഹണിറോസ് വസ്ത്രം നല്ലതല്ലെങ്കിൽ ചാണകം അറിയാൻ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ് തിന്നട്ടെല്ലിന്റെ കുത്തൽ. ഇതൊക്കെ നിങ്ങൾ ആരാന്നേ? സമൂഹത്തിൽ തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുകയും ഇത് ചാണകം അറിയുന്നോ? പറഞ്ഞോട്ടെ എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഹണിറോസിന്റെ വസ്ത്രം ഇഷ്ടപ്പെട്ടില്ല ചാണകം അറിയും. ധന്യാരാമൻ ചർച്ചയിൽ എന്തോ പറഞ്ഞു, പുറത്ത് കാണുമ്പോൾ ചാണകം ഒഴിക്കും. അതിന് ഇതിന് മാത്രം ചാണകം ഇടുന്ന അതെന്താ കേരളത്തിലെ പശുക്കളൊന്നും ഇപ്പൊ ചാണകം ഇടുന്നില്ലേ? ഞാൻ പോകുന്നു. ബൈ.